നമസ്കാരം. നക്ഷത്രഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2023 ഡിസംബർ മാസം 30-ാം തീയതി ആയില്യം നക്ഷത്രമാണ് വരുന്നത്. 12 രാശിയിൽ വരുന്നവർക്ക് എന്തെല്ലാം ഫലങ്ങളാണെന്ന് നോക്കാം. മേടം രാശി അശ്വതി, ഭരണി, കാർത്തികക്കാല് ഈ രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം യാത്രകൾക്ക് ഏറ്റവും അനുകൂലമാണ്. കുടുംബത്തിൽ സമാധാനവും സന്തോഷമൊക്കെ നിലനിൽക്കുന്ന ഒരു ദിവസമാണ്. യാത്ര കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാകും. പുതിയ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ളൊരു ദിവസമാണ്. അത്തരം കാര്യങ്ങൾക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പം നടക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. വീട് നിർമ്മാണം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ്. വീട് മോടി പിടിപ്പിക്കാനും കുടുംബത്തിലൊരു ഗെറ്റ് ടുഗദറും മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. എന്നാൽ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ചെറിയ ചെറിയ അസുഖങ്ങളും അലർജി, പനി, ജലദോഷം അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. മറ്റ് കാര്യങ്ങളിലൊന്നും സാമ്പത്തിക കാര്യങ്ങളിലൊന്നും ദോഷമില്ലാതെ മുന്നോട്ട് പോകുന്ന ദിവസം തന്നെയാണ് ഇന്ന്. ഇടവൻ രാശി കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരം, മര ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് പങ്കാളിയെ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാവും. എതിരാളികളിൽ നിന്ന് ചില ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവാം. മനക്ലേശത്തിനും സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനുള്ള യോഗവും കാണുന്നുണ്ട്. എന്നാൽ തീർത്ഥയാത്രയിൽ പങ്കെടുക്കാനും പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാനൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ്. സാമ്പത്തിക നില ഭദ്രമായിട്ട് തുടരും. അതോടൊപ്പം തന്നെ പുതിയ സംരംഭങ്ങളൊന്നും തുടങ്ങാൻ ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല. സഹോദരനെ കൊണ്ട് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഗുണകരമായിട്ടുള്ളൊരു ദിവസമാണ്. സർക്കാരിൽ നിന്ന് ചില ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനും സാധ്യതയുള്ള ഒരു ദിവസം തന്നെയാണ് ഇന്ന്. മിഥുന രാശി മകയിര, തിരുവാതിര, പുണർദം, മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് പങ്കാളിയുമായിട്ട് അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ പ്രതീക്ഷിക്കാത്ത പല നേട്ടങ്ങളും കൈവരിക്കാനൊക്കെ സാധിക്കുന്ന ഒരു ദിവസമാണ്. ചലച്ചിത്ര രംഗത്ത് അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള രംഗങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. സാമ്പത്തികമായിട്ട് ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള യോഗം കാണുന്നുണ്ട്. പല കാര്യങ്ങളും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കൈവരിക്കാനൊക്കെ സാധിക്കും. പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ തൊഴിൽ രംഗത്ത് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടാകും. സ്ഥാനക്കയറ്റം ലഭിക്കാനെല്ലാം അനുകൂലമായിട്ടുള്ള ഒരു ദിവസമാണ്. പരീക്ഷകളിലെല്ലാം ഉന്നത വിജയം നേടാനും ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനും ഇന്നത്തെ ദിവസം അനുകൂലമാണ്. കർക്കിടക രാശി പുണർദം, കാല്, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും ഉത്സാഹത്തോടുകൂടി ചെയ്തു തീർക്കാൻ സാധിക്കുന്ന ദിവസമാണ്. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. പുതിയ പ്രണയബന്ധങ്ങളെല്ലാം ഉടലെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയൊക്കെ സഹായം ലഭിക്കാനുള്ള യോഗമുള്ളൊരു ദിവസമാണ്. അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളുമായി ഒത്തുചേരാനുള്ള അവസരങ്ങളൊക്കെ കാണുന്നുണ്ട്. സാഹിത്യരംഗത്തും കലാപരമായിട്ടുള്ള രംഗങ്ങളെല്ലാം കൂടുതൽ ശോഭിക്കാനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെയധികം ഗുണകരമാണ്. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുകയൊക്കെ ചെയ്യുന്നത് ദോഷങ്ങൾക്ക് പരിഹാരമായി മാറുന്നതാണ്. തൊഴിൽ രംഗത്ത് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതൊക്കെ ഈ ദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് മാറുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ചിങ്ങം രാശി മകം, പൂരം, ഉത്രത്തിൽ, കാല് ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് ധാരാളമായിട്ടുള്ള ചിലവുകളൊക്കെ വർദ്ധിക്കാൻ സാധ്യത കാണുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങളിലെല്ലാം വളരെയധികം ശ്രദ്ധിക്കുക. അനാവശ്യ ചിലവുകളെല്ലാം വന്നു ചേരാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. ചെറിയ ചെറിയ യാത്രകളെല്ലാം വേണ്ടിവരാനും സാധ്യതയുള്ള ഒരു ദിവസമാണ്. പണമിടപാടുകളിലെല്ലാം വളരെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ടെൻഷനും മനക്ലേശവും ഉണ്ടാവാനും സാധ്യതയുള്ള ഒരു ദിവസമാണ്. ഈശ്വരാധീനമുള്ള ഒരു സമയമായതുകൊണ്ട് പല കാര്യങ്ങളും പ്രശ്നമില്ലാതെ ദൈവത്തിൻ്റെ സഹായം കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. എതിരാളികളിൽ നിന്ന് ചില ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവാനും അപവാദങ്ങളും ആരോപണങ്ങളൊക്കെ കേൾക്കാനൊക്കെ സാധ്യത ഉള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലെല്ലാം വളരെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തൃപ്തികരമായി തുടരുകയും ചെയ്യുന്നു. കന്നിരാശി ഉത്രമുക്കാല്, അത്തം, ചിത്തിരാര ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ഗുണകരമാണ്. സാമ്പത്തികമായിട്ട് ഒരുപാട് നേട്ടങ്ങളെല്ലാം കൈവരിക്കാൻ സാധിക്കും. പൊതുവെ ഉത്സാഹവും
ഉന്മേഷമൊക്കെ കൂടുതലായിട്ട് തോന്നുന്ന ഒരു ദിവസമാണ്. എല്ലാ കാര്യങ്ങളും ഊർജ്ജസ്വലമായിട്ട് ചെയ്തു തീർക്കാൻ സാധിക്കും. ഇന്ന് ഏർപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം വിജയകരമായിട്ട് വരുന്നൊരു ദിവസമാണ്. പൊതുവെ ദൈവാധീനമില്ലാത്തൊരു കാലമാണ് ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ രാശിക്കാർക്ക്. എങ്കിലും ഇന്നത്തെ ദിവസം അത് ഒന്നും ഇല്ലാതെ തന്നെ പല കാര്യങ്ങളും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഗുണകരമായിട്ട് മാറാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. വീട് വിട്ട് കഴിയേണ്ടി വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. എന്നാൽ യാത്രകൾക്ക് മുടക്കം വരാനും വാഹനങ്ങൾക്ക് കേടുപാടുകൾ വരാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. അത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. തുലാം രാശി ചിത്തിര, ചോതി, വിശാഖം, മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാനോ അല്ലെങ്കിൽ പുതിയ ബിസിനസ്സോ പുതിയ സംരംഭങ്ങളോ ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഇന്നത്തെ ദിവസം അനുകൂലമാണ്. പ്രവർത്തന രംഗത്ത് കൂടുതൽ ശോഭിക്കാനും ആ രംഗങ്ങളിലെല്ലാം നേട്ടങ്ങൾ കൈവരിക്കാനൊക്കെ സാധിക്കുന്ന ഒരു ദിവസമാണ്. ദൈവാധീനവും ഈശ്വരാധീനവും ഉള്ള ഒരു സമയമായതുകൊണ്ട് തന്നെ വിവാഹ കാര്യങ്ങളിലെല്ലാം തീരുമാനമുണ്ടാവാനൊക്കെ യോഗമുള്ളൊരു സമയമാണ്. പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനും അനുകൂലമാണ്. പങ്കാളിയെ കൊണ്ട് പല നേട്ടങ്ങളുണ്ടാവും. സുഹൃത്തുക്കളെ കൊണ്ടും പഴയകാല സൗഹൃദങ്ങൾ പുനഃസ്ഥാപിക്കാനും സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനൊക്കെ യോഗമുള്ള ഒരു കാലമാണ് ഇപ്പോൾ നടക്കുന്നത്. ആരോഗ്യം ഒക്കെ തൃപ്തികരമായിട്ട് തുടരുന്ന ഒരു സമയമാണ്. ബിസിനസ്സിലെല്ലാം കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. സാമ്പത്തിക പുരോഗതി കൈവരിക്കാനും യോഗമുള്ളൊരു ദിവസമാണ് ഇന്ന്. വൃശ്ചികരാശി വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഭാഗ്യമുള്ളതാണ്. ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാനൊക്കെ സാധിക്കുന്ന ഒരു ദിവസമാണ്. അധികമായി പണം കൈവശം വന്നു ചേരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പല രീതിയിൽ മുൻപേ നിക്ഷേപിച്ചതിൽ നിന്നോ അല്ലെങ്കിൽ സമ്പാദ്യത്തിൽ നിന്നൊക്കെ ധാരാളമായിട്ട് പൈസ കൈവശം വന്നു ചേരാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. ഇന്ന് ഓഹരി ഇടപാടുകളൊക്കെ നടത്തുകയാണെങ്കിൽ അതെല്ലാം ഇന്ന് ലാഭകരമായിട്ട് മാറാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ആരോഗ്യസ്ഥിതിയൊക്കെ തൃപ്തികരമായിട്ട് തുടരുന്നതാണ്. ശത്രുക്കളിൽ നിന്നുള്ള ചില ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അതെല്ലാം തരണം ചെയ്ത് അവരെല്ലാം ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ഭാഗ്യം ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു ദിവസം തന്നെയാണ് ഇന്നത്തെ ദിവസം. കുടുംബജീവിതം സന്തോഷം നിറഞ്ഞതായി തുടരുകയും ചെയ്യും. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാൽ ഈ നക്ഷത്രക്കാർക്ക് പൊതുവേ ദൈവാധീനമുള്ള ഒരു കാലമാണ് ഇപ്പോൾ നടക്കുന്നതെങ്കിലും ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല. പല കാര്യങ്ങൾക്കും പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങളും പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. തൊഴിൽ രംഗത്തും ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തൊഴിൽ മാറ്റത്തിന് പരിശ്രമിക്കുന്നവർക്ക് അതിനെല്ലാം അനുകൂലമായിട്ടുള്ളൊരു കാലമാണ്. എന്നാൽ ഇന്നത്തെ ദിവസം ഒരു തീരുമാനവും പുതുതായിട്ട് എടുക്കാതിരിക്കുക അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളൊന്നും ഇന്ന് തുടങ്ങാതിരിക്കുക. അതെല്ലാം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ പലതിനും തടസ്സങ്ങളുണ്ടാവും. പുതിയ യാത്ര പുറപ്പെടാനോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം തിരഞ്ഞെടുക്കാതിരിക്കുക. സാമ്പത്തിക ഇടപാടുകളെല്ലാം വളരെ ശ്രദ്ധിക്കുക. പണം നഷ്ടം വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപകടങ്ങൾക്കും സാധ്യതയുള്ള ഒരു ദിവസമാണ്. വളരെ സൂക്ഷിക്കുക. പ്രാർത്ഥനകൾ മുടങ്ങാതെ നടത്തുകയും ചെയ്യുക. മകരരാശി ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടമര ഈ നക്ഷത്രക്കാർക്കെല്ലാം ഇന്നത്തെ ദിവസം വളരെയധികം ഗുണകരമാണ്. പങ്കാളിയെ കൊണ്ടും സുഹൃത്തുക്കളെ കൊണ്ടും പാർട്ട്ണർമാരെ കൊണ്ടൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അവിവാഹിതരുടെ വിവാഹം തീരുമാനത്തിലാവാനൊക്കെ ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ്. അല്ലെങ്കിൽ ഇന്ന് പ്രപ്പോസ് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇന്ന് ചെയ്യുകയാണെങ്കിൽ അത് അനുകൂലമായിട്ടുള്ള മറുപടിയെല്ലാം വന്ന് ചേരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. യാത്രകൾ ഗുണകരമായിരിക്കും. കുടുംബത്തിൽ പൊതുവെ ശാന്തിയും സമാധാനവും ഐശ്വര്യമൊക്കെ നിലനിൽക്കുന്നതാണ്. ചെറിയ കാര്യങ്ങളെല്ലാം ഭാഗ്യദോഷം കൊണ്ട് ചിലപ്പോൾ നഷ്ടപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനകളെല്ലാം മുടങ്ങാതെ നടത്താനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഗുണകരമാണ്. കുംഭൻ രാശി അവിട്ടവര, ചതയം, പൂരുട്ടാതി, മുക്കാൽ ഇന്നത്തെ ദിവസം ഈ രാശിക്കാർക്ക് ടെൻഷനും മനക്ലേശവും ഒക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ദൈവാധീനം കുറഞ്ഞ ഒരു കാലം കൂടിയായതുകൊണ്ട് തന്നെ പ്രാർത്ഥനകളും വഴിപാടുകളെല്ലാം മുടങ്ങാതെ നടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നതെന്നായിരിക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വെറുതെ ടെൻഷൻ ഉണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരോഗ്യകാര്യത്തിൽ അതുപോലെ തന്നെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പല കാര്യങ്ങൾക്കും തുടക്കത്തിൽ ചെറിയൊരു വിഘ്നങ്ങൾ അല്ല മുടക്കം വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ആ മുടക്കം വന്നിട്ട് വീണ്ടും പരിശ്രമിച്ചു കഴിഞ്ഞാൽ അതെല്ലാം തരണം ചെയ്ത് വിജയിപ്പിക്കാൻ സാധിക്കുന്നതാണ്. മുടങ്ങി എന്ന് വിചാരിച്ചിട്ട് മടിഞ്ഞിരിക്കാതെ അതിന് വീണ്ടും ഒന്നും കൂടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. സർക്കാരിൽ നിന്ന് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. പങ്കാളിയെ കൊണ്ടും പല കാര്യങ്ങളും നേടിയെടുക്കാനൊക്കെ സാധിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. മീനൻ രാശി പൂരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് ബന്ധുക്കളുടെ സഹായം അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കും.
പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെയൊക്കെ ചെയ്തു തീർക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മികച്ച വിജയം നേടാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. എന്നാൽ പങ്കാളികൾ തമ്മിൽ ചില അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിൽ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വഴിപാടുകൾ നടത്തുന്നതുമൊക്കെ ദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് മാറുന്ന ഒരു ദിവസമാണ്. ആ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. ഇതോടെ ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.